കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ അടുത്ത ടോപ്പിക്കാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാണാൻ പഠിച്ചു. വെയ്റ്റഡ് ആവറേജും മാർജിനലും ഇക്വേഷൻസ് ഒന്നും പുതിയതായിട്ടില്ല, സെയിം കൺസെപ്റ്റ് തന്നെയാണ്, കാൽക്കുലേഷനൊക്കെ സെയിം തന്നെയാണ്. ആകെ ചെറിയൊരു മീനിങ്ങിൽ മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. വെയ്റ്റഡ് ആവറേജ് മീൻസ് കറണ്ട് കോസ്റ്റാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് വി ഹാവ് 10 lakh ക്യാപിറ്റൽ. സോ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് 10 lakh? അതാണ് വെയ്റ്റഡ് ആവറേജ്, കറണ്ട് കോസ്റ്റ്. ആൻഡ് കമ്പനി നീഡ്സ് അനദർ 5 lakhs. സപ്പോസ് കമ്പനി വാണ്ട്സ് അനദർ 5 lakhs. സോ വാട്ട് വിൽ ബി ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ദാറ്റ് ന്യൂ ക്യാപിറ്റൽ? അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നോർമലി കൂടുതൽ ഫണ്ട് റേസ് ചെയ്യും തോറും കമ്പനിയുടെ കോസ്റ്റ് കൂടി വരും, കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് കൂടും. സോ അങ്ങനെ വരുമ്പോൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മളുടെ കറണ്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിരിക്കും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ വി ഹാവ് 10 lakhs, അതിനൊരു 12% ആണെന്ന് വിചാരിക്കുക വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കമ്പനിക്ക് 5 lakhs കൂടി വേണം. സോ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദാറ്റ് അഡീഷണൽ 5 lakhs എന്ന് ചോദിച്ചാൽ അത് നോർമലി നമ്മൾ കറന്റ് പറഞ്ഞ 12നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, കാൽക്കുലേഷൻസ് കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല, ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഫണ്ടിന്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കറണ്ട് ക്യാപിറ്റലിന്റെ കോസ്റ്റിനെയാണ് വെയ്റ്റഡ് ആവറേജ് എന്ന് നോർമലി പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മാർജിനൽ എന്ന് പറഞ്ഞാലും മാർജിനൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ്, വേറെ ഇഷ്യൂ ഒന്നുമില്ല. കാൽക്കുലേഷൻ ഒക്കെ സെയിം തന്നെയാണ്. അഡീഷണൽ ഞാൻ പറഞ്ഞ പോലെ 10 lakhs ഉണ്ട്, അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കമ്പനിക്ക് ഒരു 5 lakhs കൂടി വേണം, അതിന്റെ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത്രയേ ഉള്ളൂ. ഒന്ന് നോക്കാം. അതിനകത്ത് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് റേസിംഗ് അഡീഷണൽ റുപ്പി ഓഫ് ക്യാപിറ്റൽ. കണ്ടോ, നമുക്ക് അഡീഷണൽ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഓർ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് marginal cost of capital. ഉണ്ടാവും average cost of new or incremental capital. The marginal cost of capital is derived when are calculated the weighted average cost of capital by using marginal weight. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിസ്റ്റോറിക്കൽ വെയിറ്റ് പഠിച്ചു, ബുക്ക് വാല്യൂ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് വാല്യൂ പഠിച്ചു. ഇവിടെ നമ്മൾ മാർജിനൽ വെയിറ്റ് ആണ്, അതായത് ഓരോന്നിനും ആപ്റ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൊടുത്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ശ്രദ്ധിച്ചോ. 29 ചെയ്തിട്ട് നമുക്ക് 28 വരാം. ഓക്കെ, 29 കാണുമ്പോൾ ശ്രദ്ധിക്കുക, ചില മെറ്റീരിയലുകളിൽ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ മെറ്റീരിയൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു, തൊട്ട് മുമ്പത്തേൽ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ്. 29 ആണ് ഇലിസ്ട്രേഷൻ. ഇക്വിറ്റി ക്യാപിറ്റൽ പറയുന്നുണ്ട് ഷെയർ ഓഫ് 10 ഈച്ച്, ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പാർ വാല്യൂ. അപ്പോൾ 30 crore ആണ്. ദെൻ അപ്പോൾ 30 crore ബൈ 10 എന്ന് പറയുമ്പോൾ 3 crore ഷെയർസ് ആയിരിക്കും. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഷെയർ ഓഫ് 100 ഈച്ച് ആണ്. ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പാർ വാല്യൂ ആണ്. റീറ്റെയിൻ ഏർണിങ്സ് 40 crore ഉണ്ട്. ഡിബഞ്ചർ ഉണ്ട്, 14% ഡിബഞ്ചർ ഉണ്ട്. 10 ആണ് ഫേസ് വാല്യൂ, 100 ആണ് ഫേസ് വാല്യൂ. ടേം ലോൺ 15% ഉണ്ട്. അങ്ങനെ ആകെ നോക്കുമ്പോൾ നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 30 + 2 + 40 + 45 എന്ന് പറയുമ്പോൾ ടോട്ടൽ 117 crore ആണ് ടോട്ടൽ കറണ്ട് കോസ്റ്റ്, കറണ്ട് ക്യാപിറ്റൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർ പെർ ഷെയർ ഈസ് 3.6. D1 3.6 ആണ്. ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഗ്രോത്ത് റേറ്റ് G5 ആണ്. ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 30 ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസി ആയിട്ട് കാണാൻ പറ്റും. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. അപ്പോൾ അത് രണ്ടും ഈസി ആയിട്ട് കിട്ടും. പിന്നെ കണ്ട, പിന്നെ ഇത് കുറച്ച് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാം. ഇതുകൊണ്ടോ പ്രിഫറൻസ് ഷെയറിന്റെ ഡീറ്റെയിൽസ് എന്നോട് എഴുതിയിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് 80 ആണ്. റിഡംഷൻ വാല്യൂ 100 ആണ്. ഇഷ്യൂഡ് അറ്റ് റെഡീംഡ് അറ്റ് പാർ ആണ്. മെച്യൂരിറ്റി 10 year ആണ്. ഡിബഞ്ചറിനെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 90 ആണ്. റിഡംഷൻ വാല്യൂ 100 ആണ്. മെച്യൂരിറ്റി 6 year ആണ്. അപ്പോൾ അത് ചില മെറ്റീരിയൽ ഇൻകംപ്ലീറ്റ് ആണ്, അത് നിങ്ങൾ ആഡ് ചെയ്യുക. ഏറ്റവും പുതിയ എഡിഷനിൽ കുഴപ്പമില്ല, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് 30% ആണ്. കാൽക്കുലേറ്റ് ദ കറണ്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മൾ മാർജിനൽ അല്ല ചെയ്യാൻ പോകുന്നത്, കറണ്ട് കോസ്റ്റ് ആണ് കാണാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ 117 crore ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണണം അല്ലേ. നമ്മുടെ സ്റ്റെപ്പിലേക്ക് നമ്മൾ നോക്കാം. നമുക്ക് ആദ്യം മാർക്കറ്റ് വാല്യൂയിലും പിന്നെ ബുക്ക് വാല്യൂയിലും കാണാം.
വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ വെയിറ്റ് നോക്കാം അല്ലേ. നമ്മുടെ ഇതറിയാലോ, സോഴ്സസ്, പിന്നെ എന്താ നമ്മുടെ കോസ്റ്റ്, ബുക്ക് വാല്യൂ. കാരണം വെയിറ്റ് തരാത്തത് കൊണ്ടാണ്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും മതി. ദെൻ അതിൻ്റെ ബുക്ക് വാല്യൂ വെയിറ്റ്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക കോസ്റ്റിനെ ബുക്ക് വാല്യൂ വെയിറ്റ് വെച്ച്. അപ്പോൾ വെയ്റ്റഡ് കോസ്റ്റ് ഇത്രയും കിട്ടി അല്ലേ. നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇക്വിറ്റി ക്യാപിറ്റൽ അല്ല, അപ്പോൾ ഇക്വിറ്റി, ദെൻ 10% പ്രിഫറൻസ് ഷെയർ, പിന്നെ റിട്ടേൺഡ് ഏർണിങ്സ്, 14% ഡിബഞ്ചർ, %15 ലോൺ. ഓക്കെ, കോസ്റ്റ് കണ്ടുപിടിക്കാം, ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഇക്വിറ്റിയുടെ കാണാം. ഇക്വിറ്റിയുടെ കാണാനുള്ള ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് ഡിവിഡൻഡ് D1 എന്ന് പറയുന്നത് 3.6 ആണ്. ഗ്രോത്ത് റേറ്റ് 5% ആണ്. മാർക്കറ്റ് പ്രൈസ് 30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു D1 അല്ലേ, D1 ഡിവൈഡഡ് ബൈ NP പ്ലസ് G അല്ലേ. അപ്പോൾ എത്രയാണ് നോക്കിയേ, D1 എന്ന് പറയുന്നത് 3.6 ആണ്, പ്ലസ് NP, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ നമുക്ക് NP ആയിട്ട് എടുക്കാം, 30 ആണ്. $3.6 ഡിവൈഡ് ബൈ 30 പ്ലസ് G എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ എത്ര വരും നോക്കിയേ, 3.6 ഡിവൈഡഡ് ബൈ 30% പ്ലസ് 5 എന്ന് പറയുമ്പോൾ 17%. 17% ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കണ്ടോ, വേറെ ഒന്നും പറയാത്തത് കൊണ്ട്, വേറെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് റിട്ടേൺ ഏർണിങ്സ് നമുക്ക് എന്ത് തന്നെ പറയാം, സെയിം തന്നെ പറയാം. ഇത് 17%, റിട്ടേൺ ഏർണിങ്സ് എന്ത് തന്നെയാണ്, 17% തന്നെയാണ്. ഓക്കെ, അടുത്തതായിട്ട് പ്രിഫറൻസ് ഷെയറിൻ്റെ കാണാം. 2 crore ആണ് അല്ലേ, 2 crore ആണ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓരോത്തിൻ്റെ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ 2 ലക്ഷം ഷെയർസ് ഉണ്ട്. ഓക്കെ, ഓരോത്തിൻ്റെ ഫേസ് വാല്യൂ 10 ആയതുകൊണ്ട് തന്നെ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. 100 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10% ആയിരിക്കും അല്ലേ. എത്രയാണ് നോക്കിയേ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഓക്കെ ഈക്വൽ ടു, ഇത് റെഡീമബിൾ ആണ് അല്ലേ. അപ്പോൾ റെഡീമബിൾ ആണ്, കാരണം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് പ്രിഫറൻസിന്. റെഡീമബിൾ ആണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, D പ്ലസ് ഡിവിഡൻഡ് പ്ലസ് RV റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രോസീഡ്സ് ബൈ N ഓൾ ഡിവൈഡ് ബൈ RV പ്ലസ് NP ബൈ 2 അല്ലേ. ചെയ്ത് നോക്കാം എത്രയാണെന്ന് നോക്കിയേ. നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 10 ആണ്, 10% ആയതുകൊണ്ട് 10 ആണ്, പ്ലസ് റിഡംഷൻ വാല്യൂ 100 ആണ്, മൈനസ് 80 ആണ് നെറ്റ് പ്രൊസീഡ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 10 ഇയർ ആണ് അല്ലേ. അപ്പോൾ എത്രയാണ് നോക്കിയേ, 10 പ്ലസ് 100 മൈനസ് 80 ബൈ 10 2 വരും അല്ലേ, 2 ദാറ്റ് ഈസ് 12 വരും. ന്യൂമറേറ്റർ 12 വരും, ഡിവൈഡഡ് ബൈ തീർന്നിട്ടില്ലല്ലോ, ഇത് ന്യൂമറേറ്ററിലേ ഉള്ളൂ അല്ലേ. ഡിനോമിനേറ്റർ എന്താ, ഓൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ബൈ 2 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, 12 ബൈ
100 പ്ലസ് 80/2 90 വരും അല്ലേ. 90 ഇൻറ്റു 100 അപ്പോൾ എത്രയാ 12/90 ഇൻറ്റു 100 13.33%. 13.33% അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രിഫറൻസ് ഷെയർ എത്രയാണ് 13.33%. ഓക്കെ, കറക്റ്റാണ്. കണ്ടോ 13.33%. ഇനി ഡെറ്റ് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ കുറേ ചെയ്തതാണ്, എങ്കിലും ഒന്നും കൂടെ പറയാം. ഇത് കണ്ടോ 14% ഡിവെഞ്ചർ ആണ്. ഇക്വേഷൻ എന്താ D ഇൻറ്റു 1 - T. ടാക്സ് 30% ആണ്. റിഡംഷൻ വാല്യൂ എത്രയാണ് 100 മൈനസ് 90. അത് ഞാൻ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 100 മൈനസ് 90 ബൈ എത്ര ഇയർ ആയിരുന്നു 6 ഇയർ അല്ലേ. ബൈ 6 ഓൾ ഡിവൈഡ് ബൈ 100 പ്ലസ് മെറ്റീരിയൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കുക, കറക്റ്റ് ചെയ്യുക. 100 പ്ലസ് 90/2 അല്ലേ. അപ്പോൾ എത്ര വരും നോക്കിയാൽ 14 ഇൻറ്റു 0.7 അതാണ് 9.8. പിന്നെ എന്താ 100 മൈനസ് 90/6 അതാണ് 1.66. 100 പ്ലസ് 90/2 അതാണ് 95 അല്ലേ. അപ്പോൾ എത്ര വരും 9.8 പ്ലസ് 1.66 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 ഈക്വൽ ടു എത്ര വരും 12.063 സംതിങ് വരും, 07 വരും. അപ്പോൾ അതും കിട്ടി. അപ്പോൾ നമ്മളുടെ എത്രയാണ് ഇക്വിറ്റി കാർഡ് പ്രിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് 13.33%. ഡിവഞ്ചർ ഇപ്പോൾ പറഞ്ഞു, ഡിവഞ്ചർ എത്രയായിരുന്നു 12.07 അല്ലേ. 12.07% കിട്ടി. ലോണിൻ്റെ നമുക്കറിയാം, ലോൺ എത്ര പെർസെൻറ്റേജാണ് ക്വസ്റ്റ്യനിൽ നോക്കിയേ 15% ആണ്. അപ്പോൾ നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടും അല്ലേ. ശ്രദ്ധിക്കുക, ലോണിന് വേറെ ഇതൊന്നുമില്ല, ഇക്വേഷൻ കാര്യങ്ങളൊന്നുമില്ല. അതൊരു ഡെപ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം, നേരെ നമുക്ക് അതിൻ്റെ ടാക്സ് സേവിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര വരും 15 ഇൻറ്റു 0.7 30% ടാക്സ് സേവിങ്സ്. അപ്പോൾ 10.5 വരും അല്ലേ. നമുക്ക് 10.5 കിട്ടി. കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയി, നമ്മുടെ വാല്യൂസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇക്വിറ്റി 17, റിട്ടേൺ ഏർണിംഗ് 17, പ്രിഫറൻസ് 13, ഡിബഞ്ചർ 12.07, ലോണ് 10.5. ഇനിയാണ് നമുക്ക് വേണ്ടത് വാല്യൂ. നമ്മുടെ എന്താണ് രണ്ട് രീതിയിൽ ചെയ്യാം, ബുക്ക് വാല്യൂയും ചെയ്യാം, മാർക്കറ്റ് വാല്യൂയും ചെയ്യാം. ആദ്യം ബുക്ക് വാല്യൂ ചെയ്യാം. അപ്പോൾ ബുക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ബുക്ക് വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. ഇതെത്ര വരും നോക്കിയേ 30 crore. ഇതെത്രയാ 2 crore. 40, 20, 25. 40, 20, 25. ഓക്കെ, നമുക്ക് എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നേരത്തെ ആഡ് ചെയ്തെടുത്ത് 30 പ്ലസ് 2 പ്ലസ് 40 പ്ലസ് 20 പ്ലസ് 25 എത്ര വരും 117 വരും. വെയിറ്റേജ് കാണാം, ഓരോന്നിൻ്റെ വെയിറ്റേജ് 30/117 എത്രയാണ് നോക്കിയേ 30/117 എത്ര വരും 0.2564. ഓക്കെ, അടുത്തത് 2/117 എത്രയാ 0.0170. അടുത്ത് വീണ്ടും 40 ഡിവൈഡഡ് ബൈ 117 അപ്പോൾ എത്ര വരും 0.3418. അടുത്ത എത്രയാ 20 ഡിവൈഡഡ് ബൈ 117 എത്ര വരും നോക്കിയേ 0.1709. ഓക്കെ, അടുത്ത 25 ഡിവൈഡ് ബൈ 117 എത്ര വരും 0.2136. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരണം. കറക്റ്റ് വരണമെന്നില്ല, നമ്മൾ റൗണ്ട് ചെയ്യാത്തതുകൊണ്ട് 0.2564 പ്ലസ് 0.017 പ്ലസ് 0.3418 പ്ലസ് 0.1709 പ്ലസ് 0.2136 ഏതാണ്ട് 0.997 വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഏതാണ്ട് അത് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഓരോ കോസ്റ്റിനെയും വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഫിഗേഴ്സ് നിങ്ങൾ എടുത്തെഴുതണം. ഞാൻ 1-2 എഴുതാം. 17 ഇൻറ്റു 0.2564 എത്ര വരും നോക്കിയേ ഇവിടെ
0.35% വരും. അടുത്ത വരുമ്പോഴോ 13.33 ഇൻറ്റു 0.0170 എത്ര വരും? 0.22 സംതിങ് പെർസെൻറ്റേജ്. 17 ഇൻറ്റു 0.3418 12.07 ഇൻറ്റു 0.1709 10.5 ഇൻറ്റു 0.2136 ഗ്രോസ് ടോട്ടൽ ചെയ്യുമ്പോൾ 14.70% ആണ് നമ്മളുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ്ഡ് ഓൺ ബുക്ക് വാല്യൂ. കറക്റ്റ് ആണ് നോക്കാം. ഇത് മാർക്കറ്റ് വാല്യൂ ആണ്. ബുക്ക് വാല്യൂൻ്റെ എത്രയാണെന്ന് നോക്കാം. 14.70 കറക്റ്റ് ആണ്. 14.70. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി മാർക്കറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വേറെ ഇത് കോസ്റ്റിലൊന്നും വ്യത്യാസമില്ല. ബുക്ക് വാല്യൂവിന് വരെ നമുക്ക് എന്ത് വരും? മാർക്കറ്റ് വാല്യൂ വരും. ഓക്കെ, നോക്കിക്കോ. ബാക്കി കോസ്റ്റുകളിൽ കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരുന്നില്ല. അതൊക്കെ സെയിം തന്നെയാണ് രണ്ടിലും. വെയിറ്റേജ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് ബുക്ക് വാല്യൂ അവിടെ കിടന്നോട്ട് തൽക്കാലം മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കാം. മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് വെയിറ്റഡ് കോസ്റ്റ് നമുക്ക് വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ശ്രദ്ധിച്ചേ. ബുക്ക് വാല്യൂ 30 കോടിയാണ് അല്ലെ? 30 crore 30 crore 30 crore ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ 3 കോടി ഷെയർസ് ഉണ്ട്. 3 കോടി ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. എന്താണ് എൻ്റെ മാർക്കറ്റ് പ്രൈസ്? ഇൻറ്റു 30 ഉണ്ടോ? അപ്പോൾ ഏത് വരും? ഏതാണ്ട് 90 crore വരും. ഉണ്ടോ? ഏതാണ്ട് 3 crore ഇൻറ്റു 30. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 crore വരും. 90 CR. ഓക്കെ, അടുത്ത നോക്കിയേ. 2 കോടിയാണ് നമ്മളുടെ പ്രിഫറൻസ് ക്യാപിറ്റൽ. അപ്പോൾ 2 കോടി ഡിവൈഡഡ് ബൈ 100 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ 2 ലക്ഷം ഷെയർസ് ഉണ്ട്. ഇൻറ്റു അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 ആണ്. 80. അപ്പോൾ എത്ര വരും നോക്കിയേ? 1.6 CR. 1.6 CR. ഓക്കെ, അടുത്തത് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു റീറ്റെയിൻഡ് ഏർണിങ്സിന് സെപ്പറേറ്റ് ആയിട്ട് എന്തില്ല? മാർക്കറ്റ് വാല്യൂ ഇല്ല. അപ്പോൾ ഈ 90 എന്ന് പറയുന്നത് എന്തൊക്കെ കൂടിയതാണ്? നമ്മുടെ ഇക്വിറ്റിയും റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ കൂടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയില്? 30:40 ഉണ്ടോ? ഈ റേഷ്യോയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ റേഷ്യോയിൽ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഈ 90ൽ 30 ഇക്വിറ്റിക്കും 40 എന്ന് പറയുന്നത് എന്തിനുമാണ്? റീറ്റെയിൻഡ് ഏർണിങ്സിനുമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ നോക്കിയേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 90. അപ്പോൾ അവിടെ 90 എഴുതേണ്ട ആവശ്യമില്ല. 90 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 30 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരുള്ളൂ? 38 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. 38.57 മൈനസ് 90. ടോട്ടൽ 90 ആയിരുന്നു. അപ്പോൾ ബാക്കി ഇങ്ങോട്ടേക്ക് പോകും. എത്രയാണ്? 51.42 പോകും. ഓക്കെ, ഇനി ഡിവഞ്ചർ നോക്കിയേ. 20 crore ഉണ്ട്. ഡിവൈഡഡ് ബൈ 100 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ 20 lakhs ഡിവഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? ഇൻറ്റു 90 ആണ്. ഡിവഞ്ചറിൻ്റെ പ്രൈസ് 90 ആണ്. അപ്പോൾ എത്ര വരും നോക്കിയേ? ഏതാണ്ട് 18 കോടി. 18 അല്ല, അപ്പോൾ ഏതാണ്ട് 18 കോടി വരും. ഇനി ലോണിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, സെയിം തന്നെയാണ്. 25 തന്നെ വരും. 25. അതിന് മാർക്കറ്റ് പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് എത്രയാണ് നോക്കിയേ? 38.57 പ്ലസ് 1.6 പ്ലസ് 51.42 പ്ലസ് 18 പ്ലസ് 25 റൗണ്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 134.60 വരും. ഇതാണ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ ഇത്രയും വരും. നമുക്ക് അതിൻ്റെ വെയിറ്റേജ് കണ്ടുപിടിക്കാം.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇക്വിറ്റിയെ എടുത്തിട്ടുള്ളൂ, അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിൽ സെയിം ആൻസർ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, റീറ്റെയിൻ ഏർണിങ്സിന് വേറെ കോസ്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 90, ഇത് 1.6, ഇത് എത്രയായിരുന്നു, നമ്മുടെ ഡിബഞ്ചർ 18 ആണ്, മറ്റേ 25 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റേജ് കണ്ടു നോക്കാം. മാർക്കറ്റ് വാല്യൂവിൻ്റെ വെയിറ്റേജ് ആണ് 38.57 ഡിവൈഡഡ് ബൈ 134.6 എത്ര വരും നോക്കിയേ. അപ്പോൾ നമുക്ക് 0.2865 വരും. അടുത്തത് 1.6 ഡിവൈഡഡ് ബൈ 134.6 എത്ര വരും, 0.0118 വരും. അടുത്തത് എത്രയാ, 51.42 ഡിവൈഡഡ് ബൈ 134.6 അപ്പോൾ എത്ര വരും, 0.3820. 18 ഡിവൈഡഡ് ബൈ 134.6 0.1337. 25 ഡിവൈഡഡ് ബൈ 134.6 എത്ര വരും, 0.1857. കണ്ടോ, അപ്പോൾ വെയിറ്റേജും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റിനെ മാർക്കറ്റ് വാല്യൂ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ എത്ര വരും, ഒരെണ്ണം ഞാൻ ചെയ്യാം 17 × 0.2865 എത്ര വരും, 4.87% അല്ലേ. അപ്പോൾ ഓരോന്ന് ചെയ്യാം. അടുത്ത എന്താ, 13.33 × 0.0118. അടുത്ത എത്രയാ, 17 × 0.3820. അടുത്ത എത്രയാ, 12.07 × 0.1337. 10.5 × 0.1857 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 15.08 കറക്റ്റാണ്. കണ്ടോ, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 15.08%. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇത് നമ്മുടെ നോർമൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി ഉണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഓക്കെ. ഇതുണ്ടോ, സെഷൻ 2. Determine the weighted marginal cost of capital schedule for the company if it raises 20 crore next year. 20 കോടി വീണ്ടും. Given the following information, the amount will be raised by equity and debt in equal proportion. ഉണ്ടോ, അപ്പോൾ ഇവിടെ മാർജിനൽ വെയിറ്റാ, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല ഫോളോ ചെയ്യുന്നത്. 20 കോടിയിൽ 10 കോടി ഇക്വിറ്റിയും 10 കോടി ഡെപ്റ്റും. Then the company expect to retain 3 crore earning next year. Retain earnings 3 crore. Additional issue of equity share will result in net price per share being fixed at 25. Okay. The debt capital raised by way of term loan will cost 15% for the first 5 crore and 16% for the next 5 crore. Okay, so this is marginal cost of capital. Marginal cost of capital for the additional 20 crore അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മളുടെ സോഴ്സ് ഇവിടെ ഡെപ്റ്റ് വേണം. ആദ്യം നമുക്ക് ഇക്വിറ്റി എഴുതാം. ഇക്വിറ്റിയാണ്, ഡെപ്റ്റും ആണ്. സോ ഇക്വിറ്റിയിൽ എന്തൊക്കെയുണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സും ഉണ്ട്, ന്യൂ ഇഷ്യൂ ഉണ്ട്, ന്യൂ ഇക്വിറ്റി. ഡെപ്റ്റില് ലോണാണ്. അതിൽ ഏതൊക്കെയാ നോക്കിയേ, 15%ഉം 16%ഉം അല്ലേ. 15%ഉം 15% ലോണും 16% ലോണും.
ഓക്കെ, അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സ് പറയുന്നുണ്ട് 3 crore ആണ് റീറ്റെയിൻ ഏർണിങ്സ്. അപ്പോൾ ബാക്കി 7, ആകെ 20-ൽ 10 10, അപ്പോൾ 3 റിട്ടേൺ ഏർണിങ്സ് ആണെങ്കിൽ ബാക്കി 7 ന്യൂ ഇഷ്യൂ, പിന്നെ 5 നമ്മളുടെ ലോണ്, ബാക്കി 5 ലോൺ. ഇതാണ് എമൗണ്ടുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. കോസ്റ്റ് അപ്പോൾ ആകെ നമ്മുടെ വരുന്നത് 20 crore. ഓക്കെ, ശ്രദ്ധിച്ചേ, 3 crore റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നെറ്റ് പ്രൈസ് പെർ ഷെയർ അത് 25 ഇവിടെ നമ്മൾ എത്ര ഇട്ടാ ചെയ്തേ? 30 വെച്ചല്ലേ ചെയ്തേ? അത് 30 വേണ്ട, എത്ര മതി എന്നാണ് പറയുന്നത്? 25 ആയിട്ട് ചേഞ്ച് ചെയ്യും, കുറയുന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ റീകാൽക്കുലേറ്റ് ചെയ്യാം. എന്തായിരുന്നു? ഓക്കെ, ഓക്കെ, നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ D1 അല്ലെ, നമ്മുടെ ഇക്വേഷൻ എന്താ? D1 3.6 ഡിവൈഡഡ് ബൈ, കണ്ട പ്രൈസ് എത്രയായിട്ട് ചേഞ്ച് ചെയ്യും? 30-ന് പകരം എത്രയായിട്ട് പറയും? 25 കുറയും അല്ല, ഇവിടെ 25 ആവുമെന്നാണ് പറയുന്നത് അല്ലേ? മാർക്കറ്റ് പ്രൈസ് എത്രയാവും? 25 ആവും. പ്ലസ് ഗ്രോത്ത് റേറ്റ് ചേഞ്ച് ചെയ്തായിട്ട് പറയുന്നില്ല. അപ്പോൾ ഗ്രോത്ത് റേറ്റ് നമുക്ക് എത്രയായിട്ട് തന്നെ എടുക്കാം? ഗ്രോത്ത് റേറ്റ് 5% ആയിട്ട് തന്നെ എടുക്കാം. 5% ഗ്രോത്ത് റേറ്റ് നമുക്ക് 5% ആയിട്ട് തന്നെ എടുക്കാം. 5%. അപ്പോൾ എത്രയാണ് നോക്കിയേ? 3.6 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 പ്ലസ് 5 ഈക്വൽ ടു എത്ര വരും? 19.4 ആയി മാറും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ന്യൂ ഇക്വിറ്റിയുടെ വരുന്നത് 19.40% ആയിട്ട് മാറും അതിൻ്റെ കോസ്റ്റ്. ഓക്കെ, പിന്നെ ടാക്സ് എത്രയായിരുന്നു? 30% ആണ്. ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. എന്താണ്? 15 ഇൻറ്റു ആഫ്റ്റർ ടാക്സ് കണ്ടാൽ പോരെ? അപ്പോൾ 10.5. ഇതിൻ്റെ ആണെങ്കിലോ 16 ഇൻറ്റു 0.7 എത്രയാ? 11.2. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക. അത് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഇപ്പോൾ കണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ നോർമലി കാണുമ്പോൾ വിചാരിക്കും 2 സെയിം ആണല്ലോ അല്ലേ? എന്താണ് മാർക്കറ്റ് വാല്യൂ? നമ്മുടെ സെക്കൻഡ്. ഓക്കെ, നോർമലി നമ്മൾ പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇക്വിറ്റിയുടെ 19.4 ആണെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ 19.4 ആണ്. പക്ഷേ അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ? പുതിയ ഫണ്ട് ആണെങ്കിൽ ഓക്കെ, അല്ല നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റീറ്റെയിൻ ഏർണിങ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ സപ്പോസ് അവൈലബിൾ റീറ്റെയിൻ ഏർണിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രയാ? അത് നമ്മൾ എത്രയാണ് കണ്ടിരിക്കുന്നത്? അത് കണ്ടിരിക്കുന്നത് ഉണ്ടോ? എത്ര പെർസെൻറ്റേജ് ആണ്? 17% ആണ്. 17%. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പുതിയതായിട്ടുള്ള റീറ്റെയിൻ ഏർണിങ്സ് ആണെങ്കിൽ നമുക്ക് ആ റേറ്റ് തന്നെ ഉപയോഗിക്കാം. ചിലപ്പോൾ ക്വസ്റ്റിൽ പറയും അവൈലബിൾ റീറ്റെയിൻ ഏർണിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ റേറ്റ് ആണ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? അടുത്ത കൊല്ലം അല്ലെ? ക്വസ്റ്റിൽ എന്താ ക്ലാരിറ്റി വരുത്താം? The company expect to retain 3 crore earning next year. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? സെയിം റേറ്റ് തന്നെ എടുക്കാം. സപ്പോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഓൾറെഡി റിട്ടേൺ ഏർണിങ്സ് ഉണ്ടെങ്കിൽ പഴയ റേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? പുതിയ റേറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ എത്രയാ റിട്ടേൺ ഏർണിങ്സ്? ഏത് തന്നെ എടുക്കാം? 19.4 തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കോസ്റ്റ് കിട്ടി, വാല്യൂസ് കിട്ടി. ഇനി വെയിറ്റേജ് കാണാം അല്ലെ? വെയിറ്റേജ് കാണാനുള്ള ഇത് ഈസി ആയിട്ട് അറിയാം. എത്രയാ നോക്കിയ വെയിറ്റ്? എത്രയാ? 3/20 അല്ലേ? 3/20. അപ്പോൾ എത്രയാ? 0.15. 7/20 എത്രയാ? 0.35.
ദെൻ 5/20.25, 5/20.25 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നില്ലേ നോക്കാം. ഓക്കെ ആണ്. ഇനി വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റിനെ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മുടെ വെയ്റ്റഡ് കോസ്റ്റ് എത്രയാ? 19.4 ഇൻറ്റു 0.15, 19.4 ഇൻറ്റു 0.35, 10.5 ഇൻറ്റു 0.25, 11.2 ഇൻറ്റു 0.25 അല്ലേ? എല്ലാം കൂടെ നോക്കുമ്പോൾ എത്രയാ നോക്കിയേ? വെയ്റ്റഡ് ആവറേജ് 15.125%. യെസ്, കറക്റ്റാണ്. ഉണ്ടോ? 15.125%. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കറൻ്റ്ലി ഉള്ളതിൻ്റെ ആണെങ്കിൽ നോർമൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദ കോസ്റ്റ് ഓഫ് അഡീഷണൽ 20 crore ആണ്. അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. സോ വെയ്റ്റഡ് ആവറേജ് ആയി, മാർജിനലായി. മാർജിനൽ ഇനി ഒരു ജസ്റ്റ് ഓവറോൾ കാണുന്നത്, അതായത് ചിലപ്പോൾ ചോദിക്കും പഴയ ക്യാപിറ്റൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു 20 lakhs ഉണ്ട്, അതിൻ്റെ എത്രയാണെന്ന് കാണാൻ ചോദിക്കും. അപ്പോൾ അത് വെയ്റ്റഡ് ആവറേജ്. വീണ്ടും ഒരു 10 lakhs വേണം, അപ്പോൾ അതിൻ്റെ മാത്രം എത്രയാണെന്ന് ചോദിക്കും, അത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ചിലപ്പോൾ ചോദിക്കും 10ഉം പഴയ 20യും പുതിയ 10ഉം കൂടെ ആകെ എത്രയുണ്ട്? 30. ആ എൻ്റെ എമൗണ്ടിൻ്റെ എത്രയാണെന്ന് ചോദിക്കും. അതിന് നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഓക്കെ, അതിൻ്റെയും കൂടെ നോക്കാം. അതാണ് ഇലുസ്ട്രേഷൻ 28. ഓക്കെ, ഇത് ഞാൻ മെറ്റീരിയൽ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നമുക്ക് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഓഫ് 5,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്, 5 lakhs വാല്യൂ. പ്രിഫറൻസ് ഷെയർ 100 ഉണ്ട്, 100 ഈച്ച് ആണ്. അപ്പോൾ എത്ര വരും? 2,000 വരും. 2,000 ഷെയർസ് വരും. ഡിബഞ്ചർ 3 lakhs ഉണ്ട്. ടോട്ടൽ 10 lakhs ആണ് ബുക്ക് വാല്യൂ. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ 110. എക്സ്പെക്റ്റഡ് ദാറ്റ് എ ഡിവിഡൻഡ് ഓഫ് 10 per share വുഡ് ബി ഡിക്ലെയർഡ് ഫോർ ദി ഇയർ 23. അപ്പോൾ D1 കിട്ടി. ഗ്രോത്ത് റേറ്റ് 6% ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാമല്ലോ. 10/110% പ്ലസ് 6, അപ്പോൾ ഒരു 15.09 ആയിരിക്കും അല്ലേ? 15.09 ആയിരിക്കും. 15.09 ഇതാണ് നമ്മളുടെ ഇക്വിറ്റിയുടെ കോസ്റ്റ്. പിന്നെ പറയുന്നത് എന്താ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നോർമലി എന്ത് തന്നെ എടുക്കാം? അതിൻ്റെ നോർമൽ റേറ്റ് തന്നെ എടുക്കാം. എത്രയാണെന്ന് നോക്കിയേ? 10% അത് തന്നെ എടുക്കാം. ഡിബഞ്ചറിനെ പറ്റി പറയുന്നുണ്ടോ? ഡിബഞ്ചറിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് തന്നെ എടുക്കാം? 12 തന്നെ എടുക്കാം. 12ൽ നിന്ന് ടാക്സ് സേവിങ്സ്, അപ്പോൾ ഇവിടെ 40 ആണ് ടാക്സ് സേവിങ്സ്. പക്ഷേ മെറ്റീരിയലിൽ തെറ്റായിട്ട് 50 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 50 എടുത്ത് ചെയ്യാന്നല്ലേ? അപ്പോഴല്ലേ നമുക്ക് 12ന്റെ ഇത് കിട്ടുള്ളൂ, 6 എന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? 1 - T എന്നുള്ളടത്ത് 1 - 0.5 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് 6 കിട്ടുന്നത്. പിന്നെ പറയുന്നത് എന്താ? മാർക്കറ്റ് വാല്യൂലാണ് കാണാനാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ കാണാനായിട്ട് നമുക്ക് ഈസിയാണ്. എങ്ങനെയാണ്? എത്ര ഷെയർസ് ഉണ്ടെന്ന് നോക്കുക അല്ലെ? എത്ര ഷെയർസ് ഉണ്ടെന്ന് നോക്കിയേ? 5,000. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് 5,000 ഷെയർസ് ആണുള്ളത്. മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5,000 ഇൻറ്റു 110 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5,50,000 ഉണ്ടാവും. 5,50,000 ആണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ 2 lakh ആണ്. പ്രിഫറൻസ് പ്രത്യേകിച്ച് പറയുന്നില്ല, അതുകൊണ്ട് 2 lakhs ബുക്ക് വാല്യൂ തന്നെ എടുക്കുകയാണ്. 3 lakhs ടോട്ടൽ ചെയ്തു. അതിൻ്റെ വെയിറ്റേജ് കൊണ്ടു മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു അല്ലേ? എത്രയാ? 15.09 ഇൻറ്റു 0.5238, 10 ഇൻറ്റു 0.1905, 6 ഇൻറ്റു 0.2857 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11.52. ശ്രദ്ധിക്കുക, അവിടെ 50% ടാക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുക. ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത് നോക്കാം. ഇനി പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അസ്യൂമിങ് ദാറ്റ് ഇൻ ഓർഡർ ടു ഫൈനാൻസ് ആൻ എക്സ്പാൻഷൻ പ്ലാൻ the company intend to borrow a fund of 5 lakhs bearing 14% rate of interest. അപ്പോൾ വീണ്ടും ഒരു 5 ലക്ഷം കൂടി വേണം. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഡെപ്റ്റ് ആണ്. വാട്ട് വിൽ ബി ദ കമ്പനീസ് റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കണ്ടോ, ടോട്ടലാണ് ചോദിക്കുന്നത്, അതിൻ്റെ മാത്രമല്ല. അതായത് ഈ പഴയതിൻ്റെയും പുതിയതിൻ്റെയും കൂടിയാണ് ചോദിക്കുന്നത്. ദിസ് ഫൈനാൻസിങ് ഡിസിഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ഡിവിഡൻഡ് ഫ്രം 10 to 12 per share. However, the market price of equity share is expected to decline from 110 to 105. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ചേഞ്ച് ചെയ്യും.
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാ? ഇവിടെ വരുമ്പോൾ എത്രയാ നോക്ക്, 10 എന്നുള്ളത് 12 ആയി. 12 ഡിവൈഡഡ് ബൈ എൻ പി എത്രയാ? 110 എന്നുള്ളത് 105 ആയി. പ്ലസ് ഗ്രോത്ത് റേറ്റ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്ത് തന്നെ എടുക്കാം? 6 തന്നെ എടുക്കാം അല്ലേ? അപ്പൊ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാ നോക്കിയേ, 12 ഡിവൈഡഡ് ബൈ 105% പ്ലസ് 6 അല്ലെ, എത്രയും മാറും? 17.42% ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മുടെ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യാം കണ്ടോ. അപ്പൊ ഇത് എത്രയും മാറി? 17.42. ഓക്കെ. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്രിഫറൻസ് ഷെയർ സെയിം തന്നെ. ഡിബഞ്ചർ 50% ടാക്സ് സേവിങ്സ് 6. കണ്ടോ ഇവിടെ കണ്ടോ ടാക്സ് എടുത്തിരിക്കും 50% ആണ്. ടാക്സ് നിങ്ങൾ വെട്ടിയിട്ട് 50 ആക്കിക്കോ. കാരണം എന്താ പറയുന്നത് ഇവിടെ കണ്ടോ 14% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രയായി മാറി? അതിൻ്റെ 50% ടാക്സ് സേവിങ്സ് കിട്ടും. അപ്പോൾ 7 ആയി മാറി അല്ലേ. പിന്നെ നമുക്കറിയാം വാല്യൂ ചേഞ്ച് വരും. നേരത്തെ 5,000 ഇൻറ്റു 110 ആയിരുന്നു, അങ്ങനെയാണ് 5,50,000 വന്നത്. ഇവിടെ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞു, 5,000 ഇൻറ്റു 105 എടുത്താൽ മതി. അപ്പോൾ 5,25,000. ഇത് വ്യത്യാസമില്ല, 2 lakh 3 lakh, പുതിയ ക്യാപിറ്റൽ 5 lakhs അല്ലെ. ടോട്ടൽ കണ്ടു, അതിനെ ബേസ് ചെയ്തിട്ട് വെയിറ്റ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ കോസ്റ്റിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ? 17.43 ഇൻറ്റു 0.3443. അടുത്ത എന്താ? 10 ഇൻറ്റു 0.1311. 17.43 ഇൻറ്റു 0.3443. അപ്പോൾ 6 വരും. 10 ഇൻറ്റു 0.1311. അപ്പോൾ നമുക്ക് 1.33 വരും. 6 ഇൻറ്റു 0.1967 1.1802 വരും. 7 ഇൻറ്റു 0.3279 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10.78 വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓവറോൾ കോസ്റ്റ്. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ കറണ്ട് എക്സിസ്റ്റിങ്ങിൻ്റെ മാത്രം തരും. അതെന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അത് വെയിറ്റ് ബുക്ക് വാല്യൂ ആവാം, മാർക്കറ്റ് വാല്യൂ ആവാം. പിന്നെ അഡീഷണലിൻ്റെ മാത്രം ചോദിക്കും. അത് എന്ന് പറയുന്നതാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പിന്നെ ഇത് പറഞ്ഞ പോലെ പഴയതും പുതിയതും തന്നിട്ട് ഒരുമിച്ച് എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ. അതും നമ്മൾ എന്താണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇത്രയാണ് നമ്മുടെ മാർജിനൽ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉള്ളത്. Bishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Bishwas, the best option for CA and CMA.